ഫ്രണ്ട്സ്, ഏവർക്കും കുഞ്ഞുമോൾസ് നാടൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു അവിയൽ ഉണ്ടാക്കുന്നതാണ്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏത്തക്കായും ഉരുളക്കിഴങ്ങും കൂടെ കണ്ടിച്ച് കഴുകി എടുത്തിരിക്കുന്നത്. കൂടാതെ മറ്റു ചേരുവകൾ ബീൻസ്, സെലറി, കോവയ്ക്ക, ക്യുക്കുംബർ, കാച്ചില്, ടൊമാറ്റോ, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ, ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിനും അരപ്പ് ചേർക്കാനായിട്ട് ചെറിയ തേങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കഷ്ണങ്ങളെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് ഇനിയും ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്തു വരുമ്പോഴേക്കും അരപ്പ് റെഡിയാക്കാം. വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്തു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരു വലിയ പാത്രത്തിലാക്കി ആവശ്യത്തിനുള്ള മഞ്ഞള്, ജീരകപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ഇതെല്ലാം കൂടി ഒഴിച്ച് ഇളക്കി വേവിക്കാനായിട്ട് വയ്ക്കുക. ഇവിടെ വലിയ പാത്രത്തിൽ കഷ്ണങ്ങളെല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള ചേരുവകളെല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇനിയും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു പകുതി വെന്ത് വരുമ്പോഴേക്കും എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങായും ടൊമാറ്റോയും കൂടെ ചേർക്കണം. ഇവിടെ കഷ്ണങ്ങളൊക്കെ പകുതി കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ആവശ്യത്തിനുള്ള മാങ്ങായും കൂടെ ഇട്ട് കുറച്ചുകൂടെ ഉപ്പ് ഇതിനകത്ത് ചേർക്കണം. ഇനി ഇതിളക്കി നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഇവിടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങായും ടൊമാറ്റോയും എല്ലാം ചേർത്ത് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതാണ്. ഇനിയും ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങായും ഒരു നുള്ളു മഞ്ഞളും ഒരു നുള്ളു ജീരകവും കൂടി ഇട്ട് അരച്ചെടുത്തതാണ്. അതുകൂടി ഇതിനകത്തോട്ട് ചേർക്കാം. അതിന്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പില, ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ, ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം. ഇവിടെ റെഡിയായ അവിയല് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളത് ഒരു ഡിഷാണ്. എല്ലാ വെജിറ്റബിൾസും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.